ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുടെ സ്നാക്കായിട്ടാണ്. ഇന്നത്തേത് തീർച്ചയായിട്ടും എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് തോന്നുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. വേറൊരാൾ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, പിന്നെ വേറെ ആരും റെസിപ്പി ഞാൻ നോക്കിയിട്ടുമില്ല. അപ്പോൾ എൻ്റെ സ്വന്തം റെസിപ്പി ചെയ്ത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സ്വീറ്റ് റെസിപ്പി എന്തുണ്ടാക്കും ഇങ്ങനെ ആലോചിച്ച് ഉദിച്ച ഒരു എന്താ പറയുക റെസിപ്പി ചെയ്തു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കുനാഫ ഡോ ആണ്. കുനാഫ ഡോ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ബട്ടറിൽ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ബട്ടറിൽ റോസ്റ്റ് ചെയ്ത് കാണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 days ബിഫോർ എനിക്ക് കുനാഫ പിസ്താഷ്യോ ഡ്രീം കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബാലൻസ് വന്ന ഡോ ആയത്. അപ്പോൾ അതിനെക്കൊണ്ട് അങ്ങനെയാണ് ആലോചിച്ചത്, എന്താ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഒരു 40 മിനിറ്റോളം ഞാൻ ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അത് 1 കപ്പുണ്ട് അത്. പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് കാഷ്യൂ നട്ട്സും ആൽമണ്ടും കട്ട് ചെയ്തിട്ട് ചേർത്തു. പിന്നെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് പിസ്താഷ്യോ സോസാണ് ആഡ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം, നോക്കിയും കണ്ടും ചേർക്കണം. കാരണം നല്ലോണം മധുരമുള്ള ഒരു സോസായത്. അപ്പോൾ ഈ 1 കപ്പ് കുനാഫ ഡോന് ഞാൻ 3 ടേബിൾ സ്പൂൺ പിസ്താഷ്യോ സോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണ്ട, കാരണം വല്ലാണ്ട് സ്റ്റിക്കാവും. സ്പൂൺ തന്നെ യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല, ഭയങ്കര ഈസിയാണ്, അതേസമയം ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മധുരമുള്ളത് പഴവും മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയാലും നമുക്ക് എന്താ ഉണ്ടാക്കുക, ഉന്നക്കായ്, പഴം പൊരിച്ച, കായ്പോള, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഗസ്റ്റിനെല്ലാം കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ സ്വിറ്റ്സിൻ്റെ സമൂസ ലീഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഫോൾഡ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പോഴും സമൂസ എങ്ങനെ ഹോളില്ലാണ്ട് ഫോൾഡ് ചെയ്യുന്ന ഇത് അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ കൈപ്പത്തിയിൽ ഒരു ലീഫ് എടുക്കുക, എന്നിട്ട് കുറച്ച് ഭാഗം താത്തിയിട്ടിട്ട് ഇതുപോലെ വേണം ഫോൾഡ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതുപോലെ കുറച്ച് സമൂസ ലീഫിൻ്റെ കുറച്ച് ഭാഗം താഴ്ത്തി എടുത്തിട്ട് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാം. അത് ഒരു 3-4 എണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് ഫോൾഡ് ചെയ്തങ്ങ് വരും. അപ്പോൾ കുറച്ച് നമുക്ക് ഫില്ലിങ് വെച്ച് ഫില്ല് ചെയ്യുക. ഒരുപാട് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. സാധാരണ നമ്മൾ സ്പൈസി സമൂസക്ക് നല്ലോണം നിറച്ചെടുക്കില്ല, അത്രയൊന്നും വേണ്ട. കുറച്ച് 1 ടേബിൾ സ്പൂൺ മാത്രം മതി. പിന്നെ എന്നിട്ട് ഇതുപോലെ മൈദ സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക, എല്ലാ സൈഡിലും ഒട്ടിച്ചെടുക്കുക. എങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് മൈദൻ്റെ ഇത് കൊണ്ട് ഒട്ടിച്ചാലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാ കോർണറിലും ഇതുപോലെ നമ്മൾ മൈദ മാവ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തായാലും ഓയിൽ ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ ഇതുപോലെ ആദ്യം ഞാൻ പിന്നെ മൈദ മാവ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓയിൽ ചൂടായിട്ട് അതിലേക്ക് ഇടുന്ന സമയത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരളവിൽ ഞാൻ എടുത്തിട്ട് എനിക്ക് 9 പിസ്താഷ്യോ കുനാഫ സമൂസയാണ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് പാന് ചൂടാക്കി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചൂടായ ഓയിലിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ പോലെ പൊങ്ങി വരാൻ പാടില്ല, ബബിൾസ് വരാൻ പാടില്ല. നമ്മളിപ്പോൾ ഇറച്ചിപ്പത്തിൽ പെട്ടിപ്പത്തിലും പൊരിക്കുന്ന സമയത്ത് പൊങ്ങി വരുമല്ലോ, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എന്നിട്ട് പിന്നെ കുറച്ച് കൊടുക്കുക ചെയ്യുക. ഫ്ലെയിം നമ്മൾ കുറച്ച് കൊടുക്കും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ പൂരി പൊങ്ങുന്ന പോലെ എല്ലാം പൊങ്ങി വരുമല്ലോ. പക്ഷേ അങ്ങനെ അല്ല, ഇത് പൊങ്ങി വരാൻ പാടില്ല. പൊങ്ങി വരാതെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഓൾറെഡി സമൂസ ലീഫിനെ കൊണ്ടുണ്ടാക്കുന്ന സമൂസ നല്ലോണം ക്രിസ്പി ആയിരിക്കും. പക്ഷേ ഇതൊന്നും കൂടി നമ്മൾ ക്രിസ്പി ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് കോരി മാറ്റാം. ഞാൻ ഫ്രൈ ചെയ്യുന്ന ഇതുണ്ടാക്കുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ള തോന്നലേ ഉള്ളൂ. പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല എല്ലാവർക്കും. അതായത് പിസ്താഷ്യോ കുനാഫ ഡ്രീം കേക്ക്, നമ്മൾ ബിലവൻ എന്ന് കഴിക്കുന്ന പിസ്താഷ്യോ കുനാഫാൻ്റെ ഐറ്റംസ് എല്ലാം ഇല്ലേ,
അതെല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, എന്നാലും ഇപ്പം നാട്ടിലെല്ലാം കുനാഫ ഡോയിൽ അവൈലബിൾ അല്ലേ. പിന്നെ അതുപോലെ പിസ്താഷ്യോ സോസും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മോളിനോൻ്റെ കമ്പനിയാണ്. ചോക്കോലേക്കും എടുക്കാം, ചോക്കോലേക്കിൻ്റെ ചെറിയ ബോക്സ് വരുന്നുണ്ട്. ചോക്കോലേക്ക് ആയാലും നല്ല ടേസ്റ്റാണ്, മോളിനോ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്താഷ്യോ സോസ് ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് വേണ്ടെങ്കിൽ ഇപ്പം ചോക്ലേറ്റിൻ്റെ ഇത് മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള 9 പിസ്താഷ്യോ കുനാഫ സമൂസ അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇഫ്താറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് വേറൊരു പിന്നെ സ്നാക്കും കൂടി അഡീഷണലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫെയിലായിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതവിടെ ബാക്കിയായി. ഇതെല്ലാവരും കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ പിസ്താഷ്യോ ഡോ എല്ലാം നാട്ടിലെല്ലാം അവൈലബിളാണ്, അതുപോലെ തന്നെ സോസും അവൈലബിളാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്സും എല്ലാം അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.